എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ബലം പിടിച്ചിരിക്കുകയാണ്. ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാവരും നിങ്ങൾ റിലാക്സ് ആയിട്ടാണ് അതിരിക്കുക കേട്ടോ. ഇത് ശരിക്കും ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു ഇൻട്രാക്ഷനാണ്. ഓക്കെ, ആദ്യമായി ഞാൻ നന്ദി പറയുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ. ജനൻ ടി വിയും അതേപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒത്തൊരുമിച്ച് co-powered by Adi Group of Institutions, Pothys, Aster MIMS Hospital, UGS, Urban Kisan, Eastern, PKN Das Deemed University എന്നീ മഹത് വ്യക്തികളെയും അതേപോലെ തന്നെ സ്ഥാപനങ്ങളെയും ഞാൻ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. അധ്യക്ഷ പദവി അലങ്കരിച്ച ലെനി സൂസൻ മാഡം, സ്വാഗത പ്രാസംഗികൻ ശ്യാം ബാബു കോറത്ത്, സീനിയർ ന്യൂസ് എഡിറ്റർ, ജനം ടി വി. ലഹരി വിരുദ്ധ സന്ദേശത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള മിഥുൻ മോഹൻ, എക്സൈസ് ഇൻസ്പെക്ടർ, നിങ്ങളുമായിട്ട് സംവാദത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ഷിജു വി, മറ്റ് കുട്ടികളെ, നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്? ഇൻറ്റിമസി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് എത്ര പേർക്കുണ്ട്? ചുമ്മാ വരും പോകും, നോട്ട്ബുക്കിൽ നിന്നൊക്കെ നോട്ട് എഴുതും, അല്ലെങ്കിൽ മറ്റേ വേറെ കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് ബോയ്സ് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇൻറ്റിമസി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്? ഉണ്ടോ? ആ, മോൻ്റെ പേരെന്താ? പേര് പറയും. എർവിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആരാ? പിന്നെ വേണ്ട, ആരായിരുന്നാലും കുഴപ്പമില്ല, സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല. ആരാ? ഹലോ, എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ളതല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഓക്കെ, ഞങ്ങൾ സൺഡേ സ്കൂളിൽ നിന്നാണ് പരിചയപ്പെട്ടത്. ഓക്കെ, എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് അറിയാവുന്നയാ, അങ്ങനെ അറിഞ്ഞയാ. ഓക്കെ, മോൻ സൺഡേ സ്കൂളിൽ എത്രാമത്തെ ക്ലാസ്സിലായി ഇപ്പോൾ? 10th. സുഹൃത്തെന്ന് പറയുന്ന ആളും 10th സൺഡേ സ്കൂളിൽ? യെസ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആർക്കും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഇല്ലേ? പിന്നെ നിങ്ങളെയൊന്നും ഇപ്പം പറയുന്നത് പോലെ സ്റ്റുഡൻസ് ഒന്നും ഗേൾസ് ഒന്നും ബോയ്സ് ഒന്നും വിളിക്കാൻ പാടില്ലല്ലോ, കാരണം പുതിയ തലമുറയാണ്, ജെൻസി എന്നാണ് അറിയപ്പെടുന്നത്. ശരിയല്ലേ? എല്ലാവരും ജെൻസിയിലെ ആൾക്കാരല്ലേ? അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സാറേ, എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് റയൻ ഡി. കേട്ടില്ല. മൈ ഇന്റിമേറ്റ് ഫ്രണ്ട് ഇസ് റയൻ ഡി ജോൺസൺ. ഓക്കെ, നൈസ്. പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഓക്കെ, യെസ് യെസ് യെസ്, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പം ഞാൻ അതുകൊണ്ട് ജെൻസിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ജെൻസി അല്ലേ നിങ്ങളൊക്കെ? കാരണം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ആക്സസ് ഉള്ളതാണല്ലോ അല്ലേ? അപ്പോൾ എത്ര പേർക്കാണ് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തത്? ഉള്ളതല്ല ഞാൻ ചോദിച്ചത്, ഇല്ലാത്തത്. ബാക്കി അതായത് ഒരു ഇപ്പം ഇരിക്കുന്നതിൽ 100% എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 25% കുട്ടികൾക്ക് മാത്രമേ എന്തുള്ളൂ, ഇൻസ്റ്റാഗ്രാം ഇല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുള്ള ആർക്കൊക്കെ ഉണ്ട്? ഇൻസ്റ്റാഗ്രാമിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുള്ള ആരൊക്കെ ഉണ്ട്? മിണ്ടാതിരിക്കുകയാണ്, എനിക്കറിയാം, പലർക്കും ഉണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്, ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഒന്നിൽ കൂടുതൽ വാട്സപ്പ്, ഒന്നിൽ കൂടുതൽ ടെലഗ്രാം അക്കൗണ്ട്, ഇതെല്ലാം നിങ്ങൾക്കുണ്ട് അല്ലേ? എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും? ചാറ്റ് GPT എടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ AI എടുത്ത് ചോദിക്കും അല്ലേ? എല്ലാത്തിനും മറുപടിയാണ്. ശരിയല്ലേ? ഇപ്പോൾ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടു, അതിൻ്റെ ആൻസറൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ലൈബ്രറിയിൽ ബുക്കെല്ലാം പോയി തിരക്കി അതിൽ എന്തൊക്കെയാണോ ഉണ്ടെന്നുള്ളത് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് എന്നിട്ടാണ് എഴുതുന്നത്. ഇപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. നേരെ ചാറ്റ് GPT എടുത്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ AI എടുത്ത് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ? ശരി. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, സൈബർ യുഗമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരുമിക്കാൻ നമുക്കിടെ മക്കൾക്കായി എന്ന് പറയുന്നത്
ലഹരി വിരുദ്ധത്തിന് വേണ്ടിയാണ്, ഒരു ക്ലാസ്സിന് വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ശരിക്കും ഉദ്ഘാടകനായിട്ട് വന്നു, ക്ലാസ് എടുക്കാൻ വേണ്ടി. ഇവരെല്ലാം ഇരിപ്പുണ്ട്. അവരെല്ലാം എക്സൈസിലെ വിവിധ തരത്തിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള നിങ്ങൾക്കെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എനിക്കറിയേണ്ടത് നിങ്ങൾ എത്ര പേർക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ സ്വപ്ന പദ്ധതി, സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ലോ എൻഫോഴ്സിങ് ഏജൻസിയുടെ ഈ സ്വപ്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. എക്സൈസിൻ്റെത് ഓപ്പറേഷൻ തണ്ടർ. ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഫ്രം ബാക്ക് സൈഡിൽ നിന്ന് ആരും പറയാം, ഒരു റെസ്പോൺസും ഇല്ല. മൈക്ക് കൊടുത്തേ. ഈ ഡ്രഗ്സുമായിട്ട് ഈ സെല്ല് ചെയ്യുന്നവരെയൊക്കെ പിടിക്കുന്ന, ഈ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരെയും സെല്ല് ചെയ്യുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വരുന്നതിന് മുമ്പ് ഈ ഡ്രഗ്സ് സെല്ല് ചെയ്യുന്നവരെയും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. പിന്നെന്താണ് ഈ പദ്ധതിക്കുള്ള പ്രത്യേകത? ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രത്യേകത എനിക്കങ്ങനെ വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കൊള്ളാം. ഫ്രം യുവർ സൈഡ്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുന്ന് പറഞ്ഞാൽ മതി. ഡ്രഗ്സ് സെല്ല് ചെയ്യുന്നവരെയും ഡ്രഗ്സ് വാങ്ങുന്നവരെയും എല്ലാം പിടിക്കാനുള്ളൊരു ക്യാമ്പയിൻ. അത്ര സ്ട്രോങ് അല്ലായിരുന്നു സാർ. കൂടുതൽ ഇൻഫർമേഷൻ എല്ലാവർക്കും ചെല്ലുന്നുണ്ട്. മാത്രമല്ല സഡൻ ആക്ഷൻ എല്ലാവരും എടുക്കുന്നുണ്ട്. മാളവിക പറഞ്ഞത് ഇപ്പം കൂടുതൽ ഇൻഫർമേഷൻ എത്തുന്നുണ്ട്, കൂടുതൽ പേരെ പിടിക്കുന്നുണ്ട്. ശരിയല്ലേ? അതാണ് അവിടുത്തെ സജഷൻ. വേറെ എന്തെങ്കിലും അഭിപ്രായം? ഡ്രഗ് ഉപയോഗിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് ജോലി അവരുടെ ഡ്രഗ് ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഒരു ശ്രമം ആണോ? ഡ്രഗ് ഉപയോഗിക്കുന്നവരെ അവരുടെ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് അവരുടെ ഡ്രഗ് അഡിക്ഷനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അവരെ ഡ്രഗിൽ നിന്ന് അകറ്റാൻ ഒരു ശ്രമം ആണോ തൂഫാൻ? രണ്ടുമുണ്ട്. ഉപയോഗിക്കുന്നവരെ റീഹാബിലിറ്റേഷൻ ചെയ്യുക ഒരെണ്ണം, പിന്നെ ഉപയോഗം കുറയ്ക്കുക, ഇതിനെ സപ്ലൈ ചെയ്യുന്നവരെ എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യുക. അതാണ് തൂഫാൻ. തൂഫാൻ മീൻസ് കൊടുങ്കാറ്റ്, അല്ലേ? അതായത് നേരത്തെ നമ്മൾ ഈ ഡ്രഗ് കാരിയേഴ്സ് അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുന്നവരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, കൂടുതലായിട്ട് ഡിറ്റക്ഷൻ നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അതല്ല. ഇതിന് സപ്ലൈ ചെയ്യുന്നത് ആരൊക്കെയാണ്, അവരുടെ സോഴ്സ് എന്താണ്, അവർ ഏത് രീതിയിലാണ് സപ്ലൈ ചെയ്യുന്നത്, ഇതെല്ലാം കണ്ടെത്തി കൂടുതൽ നിയമത്തിൻ്റെ വലയ്ക്കുള്ളിൽ ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞത് നേരത്തെ ആ മോൻ പറഞ്ഞ കാര്യം ഒന്ന് കറക്റ്റാണ്. അതായത് ഡ്രഗ് വിൽക്കുന്നവരെയും അതേപോലെ തന്നെ ഉപയോഗിക്കുന്നവരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിന് സോഴ്സ് ഓഫ് ഇൻ്റലിജൻസ് വേണം, അല്ലേ? ഇൻ്റലിജൻസ് ഷെയറിങ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് 4 പില്ലേഴ്സിലാണ് നിൽക്കുന്നത്. 4 പില്ലേഴ്സ്. 1 ഈസ് കളക്ഷൻ ഓഫ് ഇൻ്റലിജൻസ്. ഓക്കെ, ഞാൻ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും, ശ്രദ്ധിച്ചിരുന്നോളാം. ഫസ്റ്റ് 1 ഈസ് ഇൻ്റലിജൻസ് കളക്ഷൻ. സെക്കൻഡ് 1 ഈസ് ഡിറ്റക്ഷൻ. Detection is made by the police, excise or any other law enforcing agency. So that is not a part and parcel of yours. Intelligence collection, detection, third one is investigation. That also done by the law enforcing agencies. Police ആവാം, അല്ലെങ്കിൽ customs ആകാം, excise ആകാം, railway ആകാം, ഏത് വേണോ ആകാം. Fourth one is awareness. ഈ 4 പില്ലറിലാണ്
ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് നിലനിൽക്കുന്നത്. ഇതിൽ 2 പില്ലേഴ്സ് നിങ്ങളുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററും ടീച്ചേഴ്സും പ്രിൻസിപ്പളും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും ടീച്ചിങ് സ്റ്റാഫ്സ് എത്രയുണ്ടോ അവർക്കെല്ലാം ഇതിനകത്ത് പാർട്ട് ആൻഡ് പാഴ്സൽ ആവണം. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും തൂഫാൻ വാരിയർ എന്ന് പറയുന്നത്. വാരിയർ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സ്റ്റോറീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് എ വാരിയർ? അവിടെ മോമ്പറേ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യോദ്ധാവ്, ശരിയല്ലേ? വാരിയർ. സോ യു ആർ ഓൾസോ എ തൂഫാൻ വാരിയർ ഇൻ ദിസ് ഓപ്പറേഷൻ നർക്കോ ഹണ്ട്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ഓരോരുത്തരും. ഇനി ആരാണ് തൂഫാൻ വാരിയർ ആവാൻ താല്പര്യമില്ലാത്തവർ? ഒന്ന് കൈവയ്ക്കേ. തൂഫാൻ വാരിയർ ആവാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൈവക്കാം. താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഇല്ല, കാരണം അതുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. എനിക്കിപ്പോൾ ജോലിയുണ്ട്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പോലീസാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് കേസസ്, കളക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ജോലി മറികടന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതൊരു സൈഡിൽ നടക്കും. പക്ഷേ അതോടൊപ്പം യു ഹാവ് ടു ബിക്കം എ തൂഫാൻ വാരിയർ. ശരിയല്ലേ? ഓക്കെ. ഇനി ഈ തൂഫാൻ വാരിയർ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടേതായ കുറേ ഇൻ്റലിജൻസ് കളക്ഷൻ കാണും. ഫോർ എക്സാമ്പിൾ, ലേഡീസ് എന്ത് ചെയ്യും? വീട്ടുകാരറിയാതെ ആമസോണിലും ആൺകുട്ടികൾ തന്നെ ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇതുവഴിയൊക്കെ പല സാധനങ്ങൾ ഓർഡർ ചെയ്യും, അല്ലേ? രഹസ്യമായിട്ടാണ്. ചിലപ്പം വീട്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയായിരിക്കും, ചിലപ്പം കള്ളത്തനം എന്തെങ്കിലും പറഞ്ഞ് അമ്മയുടെ നിന്നോ അപ്പൻ്റെ നിന്നോ ഒക്കെ പൈസ മേടിച്ചിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇൻ്റലിജൻസ് കളക്ഷനുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. നിങ്ങൾ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ശരിയല്ലേ? അത് ഇരുചെവി അറിയത്തില്ല. കൊറിയർ വീട്ടിൽ വരാൻ മടിച്ച് നിങ്ങളെന്ത് ചെയ്യും? കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെ അഡ്രസ്സ് കൊടുക്കും, അവിടെ വരത്തുള്ളൂ, ശരിയല്ലേ? ഇപ്പോൾ പുതിയ വാച്ച് വാങ്ങിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ കോസ്മെറ്റിക്സ് വാങ്ങിക്കുന്നു. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം കോസ്മെറ്റിക്സാണ്, അത് മേടിക്കുന്നു. ഇത് രഹസ്യമായിട്ട് ചിലപ്പോൾ വീട്ടിൽ അറിഞ്ഞാൽ അടി കിട്ടും. പൈസ എവിടെ നിന്ന് എന്നൊക്കെ ചോദിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ പേരിലോട്ട് ചിരിക്കുന്നു. ഇതുണ്ടായിരിക്കും അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവിടെ രഹസ്യമാണ്. അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ആസ് യു ആർ എ തൂഫാൻ വാരിയർ, നിങ്ങൾക്കും എന്ത് ചെയ്യാം? രഹസ്യങ്ങൾ ലഭിക്കും, ശേഖരിക്കാം, അല്ലേ? ആ രഹസ്യങ്ങൾ നിങ്ങൾ വേറെ ആരുടെ പറയണ്ട. കൂട്ടുകാരിയുടെ അടുത്തോ കൂട്ടുകാരൻ്റെ അടുത്തോ മറ്റേ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പറയണ്ട. നിങ്ങൾക്കിത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും ഇത് പുറത്തു പോകത്തുമില്ല, രഹസ്യമാണ്. അതിനൊരു വാട്സപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിച്ച് വയ്ക്കാം, ഇല്ലെങ്കിൽ മനസ്സിലെഴുതി വയ്ക്കാം. 9959566666. ദിസ് ഈസ് ദ വാട്സപ്പ് നമ്പർ. ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാണ്. 9959566666. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ വാട്സപ്പ് എനിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സൈസ് ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ ഈ നമ്പർ എവിടെ പോകണമെന്ന് നിങ്ങൾക്കും അറിയത്തില്ല. അതിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ സ്കൂൾ കോമ്പൗണ്ട് പരിസരത്ത് ലഹരി വിരുദ്ധം നടക്കുന്നു, ലഹരി വിൽപ്പന നടക്കുന്നു, അത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ്, ആളാരാണെന്ന് അറിയില്ല, ബൈക്കിലാണ് വരുന്നത്, ബൈക്കിൻ്റെ നമ്പർ ഇതാണ്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയാണ് വരുന്നത്, ഓട്ടോറിക്ഷയുടെ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഈ മെസ്സേജ് ആരയച്ച് എന്ന് ഒരു കാരണവശാലും അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങളെ തേടി ആരും വരുത്തുമില്ല. അപ്പം നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ട് ഒരു ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാം. പറഞ്ഞ് മനസ്സിലായല്ലോ? ഈ നമ്പർ എത്ര പേര് ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞേ? ഞാൻ ഇപ്പോൾ പറഞ്ഞ നമ്പർ, വാട്സപ്പ് നമ്പർ പറഞ്ഞോ? ആ ആ ആ ഓക്കെ, ഗുഡ്.
ഇത് വാട്സപ്പ് നമ്പറാണ് ഞാൻ പറഞ്ഞത്. ഈ വാട്സപ്പ് നമ്പർ കൂടാതെ നിങ്ങൾക്ക് കോൾ ചെയ്യാം. അതും അൺനോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരത്തുള്ളൂ. നമുക്ക് അതിലും ആ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൻ്റെ ഇത് എത്ര പേര് ഓർക്കുമെന്ന് നോക്കാം. 9497979794. എളുപ്പമാണ്. ആദ്യത്തെ 2 ഡിജിറ്റ് 94, അവസാനത്തെ 2 ഡിജിറ്റ് 94, 3 97 ആണ് വരുന്നത്. ഓർക്കാമല്ലോ. അപ്പോൾ ഒന്ന് പറഞ്ഞേ. അദ്ദേഹം കണ്ണാടി വിശാള് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ നമ്പർ. ഓക്കെ, ഗുഡ് ഗുഡ്. ചുമ്മാതല്ലേ നിങ്ങളെയൊക്കെ ജെൻസി എന്ന് അറിയപ്പെടുന്നത് അല്ലേ? അടുത്ത ഇനി ഏതാണ്? ജെൻ ആൽഫ അല്ലേ? അതായോ? ഇല്ല, ഇപ്പം ജെൻസിയിലാണ്. ഓക്കെ, ശരി. ജെൻ ആൽഫ ആയി. അപ്പം നിങ്ങളൊക്കെ ഇപ്പം ജെൻ ആൽഫ കാറ്റഗറിയിലാണ്. ആയില്ല, ജെൻസിയാണ്. ഓക്കെ, ശരി ശരി. ഇത് എന്തായാലും സോഷ്യൽ മീഡിയ ഇത്രത്തോളം വളർന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോരോ പുതിയ പേരുകൾ നിങ്ങൾ പഠിക്കുന്നു അല്ലേ? അതിൽ കുറേ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാറ്റ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് സ്റ്റോക്കിംഗ് അല്ലേ? വാട്ട് ഈസ് മെൻ ബൈ സ്റ്റോക്കിംഗ്? അദ്ദേഹം പറഞ്ഞോ. Following someone without their consent and digging up information about them that is private without their consent. Okay, good. Give her a good clap. ഒരാളെ അയാൾ അറിയാതെ പിന്തുടർന്ന്, അത് സോഷ്യൽ മീഡിയയിൽ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടാവാം, പിന്തുടർന്ന് അയാളുടെ കാര്യങ്ങൾ, രഹസ്യങ്ങൾ ഇതെല്ലാം ചോർത്തിയെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റോക്കിംഗ്. ആൺകുട്ടികൾ പെൺകുട്ടികളെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്, പെൺകുട്ടികൾ പെൺകുട്ടികളെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്, തിരിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഇല്ലേ? ഇതെല്ലാം വേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ സൈബർ വേൾഡ്. സ്റ്റോക്കിംഗ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ബെഞ്ചിങ് ഇല്ലേ? ഇതൊന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ? പിന്നെ എന്തോ ജെൻസി? ബെഞ്ചിങ് എന്താണെന്ന് അറിയില്ല? ഇദ്ദേഹം അറിയാം? അറിഞ്ഞൂടാ? ബെഞ്ചിങ് ആർക്കും അറിയാമെന്നുള്ളൊരു കൈവയ്ക്കേ. അറിഞ്ഞൂടാ? നിങ്ങൾ പോരാ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജെൻസി ആയില്ല കേട്ടോ. നിങ്ങൾ ജെൻസി ആയില്ല, ഇനിയും കുറച്ചുകൂടെ ആവാനുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ കാലഘട്ടത്തിലാണ്. ബെഞ്ചിങ് മീൻസ് നമ്മൾക്ക് ഒരാളടുത്ത് ഇഷ്ടമുണ്ട്, ഇഷ്ടമുണ്ട്. ആ വ്യക്തിയുമായിട്ട്, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആരുമായിട്ട് സൗഹൃദമുണ്ട്. ആ സൗഹൃദം നിൽക്കവേ ഇനി നാളെ ഏതെങ്കിലും ഒരു കാലത്ത് ഈ സൗഹൃദം മുറിഞ്ഞു പോയാൽ പകരം ഒരാളെ വേണ്ടേ? അപ്പോൾ എന്തു ചെയ്യും? സ്റ്റാൻഡ് ബൈ ആയിട്ട് ബെഞ്ചിൽ ഒരാളെ ഇരുത്തും. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ആയാൽ അടുത്തയാൾ ഇൻ ദ ബെഞ്ച്. കേട്ടില്ല? കേട്ടില്ല? ഈ സൈഡ് ചെക്ക് എന്നുള്ളതല്ല, അതിൽ ശരിക്കും പറഞ്ഞ വാക്ക് ബെഞ്ചിങ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾ ജെൻസി ആയിട്ടുള്ള നിങ്ങൾ എനിക്കാണ് പറഞ്ഞു തരേണ്ടത്. കാരണം ഐ ആം നോട്ട് എ ജെൻസി. കാരണം എൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയി അല്ലേ? അപ്പം നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ശരിയല്ലേ? സ്റ്റോക്കിംഗ്, ബെഞ്ചിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിനി അതിലോട്ട് കടക്കുന്നില്ല. എന്തായാലും ഈ ഓപ്പറേഷൻ തൂഫാൻ നിങ്ങളെല്ലാവരും എന്തോ ആണ്? തൂഫാൻ വാരിയറാണ്. അപ്പം നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റലിജൻസ് ഞാൻ പറയുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ദ ഐഡൻറ്റിറ്റി വിൽ നോട്ട് ബി ഡിസ്ക്ലോസ്ഡ്. 1. 2, ഇതേപോലെ
ഇപ്പം ഇതെല്ലാം കേട്ടല്ലോ, എത്ര പേര് ഇത് വീട്ടിൽ ചെന്ന് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും? അപ്പനും അമ്മയുടെ അടുത്ത് പറയണം, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഏതോ ഒരു ഓഫീസർ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, കുറേ ഓപ്പറേഷൻ തൂഫാൻ എന്നോ വാരിയർ എന്നോ എന്നൊക്കെ പറയുന്നു. ഇതല്ലാതെ എന്താണെന്ന് നമുക്കും അറിയത്തില്ല. ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏതോ ഒരു ഓഫീസർ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നു, നിങ്ങളൊക്കെ തൂഫാൻ വാരിയർ ആവണം എന്ന് പറയുന്നു എന്ന് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നിങ്ങളുടെ ബ്രദറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പം ദാറ്റ് ഈസ് ആൻ അവയർനെസ്. അതൊരു അവയർനെസ്സാണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റലിജൻസ് ഷെയറിങ് നിങ്ങൾക്ക് പറ്റും, അവയർനെസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ 4 pillars ഓഫ് ദി ഓപ്പറേഷൻ തൂഫാൻ, 2 pillars ആർ സാറ്റിസ്ഫൈഡ് ബൈ യു ദ പീപ്പിൾ. ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ചെയ്യാം. ഈ പറഞ്ഞ കണക്ക് ഇൻ്റലിജൻസ് ഷെയറിങ്ങും അതേപോലെ തന്നെ അവയർനെസ്സും ചെയ്യാൻ എത്ര പേർക്ക് സന്മനസ്സുണ്ട്? അവരൊന്ന് കൈവയ്ക്കുകയെ. 2 കൈ പൊക്കണ്ട, 1 കൈ പൊക്കിയാൽ മതി. ഓക്കെ. അപ്പം കുറച്ച് പേര് കയ്യിലില്ല. അപ്പം അവർക്ക് എന്താണ് പ്രശ്നം? ഓപ്പറേഷൻ തൂഫാൻ വാരിയർ ആവണ്ടെന്നാണോ, അതോ ഞാൻ എങ്ങനെ ഇത് ഇൻ്റലിജൻസ് ഷെയർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അവയർനെസ് എടുക്കും? അവയർനെസ് ക്ലാസ് എടുക്കാൻ പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ചെറിയൊരു കാര്യം പറയാം. ബൈബിളിലുള്ളൊരു കഥയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മോശയുടെ അടുത്ത് ദൈവം പറയുന്നൊരു സംഭവമുണ്ട്. നാളെ നീ ഈജിപ്തിൽ പോകണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന വേറെ ഏതോ ഇതാണ്, കൺട്രിയാണ് ഇപ്പോഴത്തെ ഈജിപ്റ്റ്. അതിൽ പോയിട്ട് പറയണം, അവിടെ എൻ്റെ ആട്ടിടയന്മാരവിടെ ഉണ്ട്, അവരെ എൻ്റെ ജനങ്ങളാണ്, അവർക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? സുവിശേഷം പറയണം. ബൈബിൾ എത്ര പേര് ഡെയിലി വായിക്കുന്നവരുണ്ട്? ഓക്കെ. എത്ര മണി തൊട്ട് എത്ര മണി വരെ? പ്രാർത്ഥന ചൊല്ലുന്ന സമയത്താണോ, അല്ല അതിന് ശേഷമാണോ, അതിന് മുമ്പാണോ, അതോ കിടക്കുന്നതിന് മുമ്പാണോ, അത്താഴം കഴിച്ചതിന് ശേഷമാണോ? എപ്പോഴാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്നത്? എനിവേ, ഈ പറഞ്ഞിരിക്കുന്ന ദൈവം മോശയോട് പറയുന്നൊരു സംഭവം പറഞ്ഞിട്ട്, എൻ്റെ ജനങ്ങൾ ഇപ്പോഴത്തെ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തുണ്ട്, അന്ന് വേറെ പേരാണ്, അതിൽ അവർക്ക് വേണ്ടി സുവിശേഷം പറയണമെന്ന് പറഞ്ഞു. അന്നേരം മോശ പറയാണ്, അതിന് എനിക്ക് ലാംഗ്വേജ് അറിഞ്ഞില്ല, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സും ആടുകളെ മേയ്ക്കുന്ന ഒരു വടിയും മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് ഞാൻ എന്ത് പഠിക്കാൻ, അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കാൻ, എന്ത് ഉപദേശം കൊടുക്കാൻ? സോ ഹി ഡസൻ നോ. അതായത് സ്കൂളിലേ പോയിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ വലിയൊരു ജനസാഗരത്തെ ഞാൻ നേരിട്ട് സംസാരിക്കും എന്നുള്ളതായിരുന്നു മോശയുടെ മറുപടി. ആ മോശ തന്നെയാണ് ആ ഒരു വടിയെന്ന് പറയുന്നത്. എന്തുവാണ്? ആടുകളെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന വടിയാണ്, അല്ലേ? ആ വടി കൊണ്ടാണ് മോശ എന്ത് ചെയ്തു? ചെങ്കടലിനെ 2ആയി പകുത്തത്. ശരിയല്ലേ? ആണോ? അതേപോലെ തന്നെ ഈ പറഞ്ഞ വിശ്വാസികൾക്ക് അവർക്ക് അപ്പം വേണം, വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാറയിൽ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ് തട്ടിയാണ് എന്ത് വരുത്തിയത്? മഞ്ഞയും വെള്ളവും വരുത്തിയത്. ശരിയല്ലേ? അപ്പം ഒരു ആട്ടിടയൻ ഒരു സിമ്പിൾ ഒരു വടി കൊണ്ട് ഇത്രയും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു തൂഫാൻ വാരിയർ ആയിക്കൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഇൻ്റലിജൻസ് ഷെയറിങ് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് അവയർനെസ് കൊടുക്കാൻ പാടില്ല? പറ്റും. പറ്റാത്ത ഇനി ആരുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സ് വയ്ക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗികം പറഞ്ഞതുപോലെ സൗഹൃദം അതായിരിക്കണം ലഹരി. ലഹരി എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഉണ്ടാവാം. സൗഹൃദത്തിലവരാം. നിങ്ങളുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ മാഡം പറഞ്ഞതുപോലെ നിങ്ങളുടെ വിനോദങ്ങൾ,
ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, അങ്ങനെ എത്രയെത്ര വിനോദങ്ങളുണ്ട്. പിന്നെ ഡ്രോയിങ്, റൈറ്റിംഗ്, മ്യൂസിക്, അല്ലേ, ഇൻസ്ട്രുമെൻ്റ് പ്ലേയിങ്, ഇതെല്ലാം ഓരോ കുട്ടിയുടെയും എന്തുവാണ്, ലഹരിയാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം, എത്ര പേര് അർജൻറ്റീനൻ ഫാൻസ് ഉണ്ടെന്ന് കൈപൊക്കിയേ? കുറവാണ് അർജൻറ്റീനൻ ഫാൻസ്. ഓക്കെ. ആ, ബ്രസീലോ? ബ്രസീൽ. ഓക്കെ. ഒരാളേ ഉള്ളൂ, 2 പേരോ? 2-3 പേരേ ഉള്ളൂ. അപ്പോൾ തോറ്റ് പുറത്ത് പോയതുകൊണ്ടായിരിക്കും. അടുത്തതോ? പോർച്ചുഗൽ. ആഹാ, പോർച്ചുഗലിലാണ് ഏറ്റവും കൂടുതൽ പേര്. ഓക്കെ. ഓക്കെ. സ്പെയിൻ. സ്പെയിൻ. സ്പെയിൻ ആരുമില്ല. ക്രൊയേഷ്യ ആരെങ്കിലും ഉണ്ടോ? ആ, ഉണ്ട്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് പോർച്ചുഗലാണ്, അത് കഴിഞ്ഞ് അർജൻറ്റീന, പിന്നെ ബ്രസീൽ. അതാണ് ഞാനിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ടീമിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ കളിയോടുള്ള ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ ഒരു ഹോബി, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ലഹരി, ശരിയല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ആ ഗെയിം ഇഷ്ടപ്പെടുന്നു, ആ ഗെയിമിലുള്ള പ്ലെയേഴ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആ കൺട്രിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അല്ലേ? ഇപ്പം ഈ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് മെസ്സി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര പേർക്ക് ഈ അർജൻറ്റീനയെക്കുറിച്ച് പഠിക്കും? ഇല്ലെങ്കിൽ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കുമോ? ഇല്ല. റൊണാൾഡോ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ പോർച്ചുഗലിനെ കുറിച്ച് അറിയുന്നേ, അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഓരോ വ്യക്തി ആ ഫുട്ബോൾ കളിയോട്, നിങ്ങൾക്ക് ആ ഫുട്ബോൾ കളിയോടുള്ള ലഹരി കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവരെ അറിയുന്നത്, ആ രാജ്യത്തിനെ അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലഹരി ഇന്നു മുതൽ എന്തായിരിക്കണം? ലഹരി വിമുക്തമായിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തുയർത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും ആസ് എ തൂഫാൻ വാരിയർ പ്രതിജ്ഞാബദ്ധമാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്താം, സമയമായി പോയതുകൊണ്ടാണ്. ഈ നിങ്ങളെപ്പോലെ തന്നെ 10ാം ക്ലാസ്സിൽ വളരെ നല്ല മാർക്കൊക്കെ മേടിച്ച് 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടി, അതിൻ്റെ തുടർ പഠനത്തിന് വേണ്ടി പാരൻസ്, അപ്പനും അമ്മയ്ക്കും ഒരേ ഒരു മകളാണ്, ബാംഗ്ലൂരിൽ അയച്ചു. ബാംഗ്ലൂരിൽ പോയി അതെന്ത് ചെയ്തു? ഹോസ്റ്റൽ ജീവിതമാണ് നയിച്ചത്. ഹോസ്റ്റലിൽ വെച്ച് കൂട്ടുകാരിയെ പരിചയപ്പെടുന്നു. ഈ കൂട്ടുകാരി, ഷീ വാസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ്. ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടിക്കും എന്ത് ചെയ്തു? ആദ്യം ഇത് കൊടുത്തു. ഷീ നെഗ്ലക്റ്റഡ്. പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഇത് വീട്ടിൽ വഴക്ക് പറയും, എനിക്കിത് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി ഒഴുകി മാറി. കുറേ പ്രാവശ്യത്തെ ഇൻസ്റ്റിഗേഷൻ കാരണം അവസാനം ഈ കുട്ടിക്ക് ഒരു ദിവസം ജ്യൂസിൽ ചെറുതായിട്ട് ലഹരി കലക്കി കൊടുത്തു. എന്ത് സംഭവിച്ചു? ഈ ലഹരി ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് അഡിക്റ്റ് ആവാൻ തുടങ്ങി. അപ്പം നേരത്തെ ഒരു ജ്യൂസ് കുടിച്ചത് പിന്നെ ക്രമേണ 2 ജ്യൂസായി, 3 ജ്യൂസായി, പിന്നെന്തായി? ഓറലായിട്ട് ഇത് ക്യാപ്സ്യൂൾസ്, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഇത് എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന, അപ്പനും അമ്മയ്ക്കും ഒരു മകളാണ്, എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന മകൾ വിളിക്കാതെയായി, ആഴ്ചയിലായി, പിന്നെ ആഴ്ചകൾ മാറി മാസങ്ങളായി വിളിച്ചിട്ട്. അങ്ങനെ ഇവർ തിരക്കി വന്നു, പാരൻസ് തിരക്കി ഈ കുട്ടിയെ. ബാംഗ്ലൂരിൽ ചെന്നപ്പോഴത്തേക്കാണ് അറിയാൻ കഴിഞ്ഞത് ഷീ ഈസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡ്രഗ്. അത് മാത്രമല്ല, ഷീ ഈസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ ഡ്രഗ് മാഫിയ. പരീക്ഷ എഴുതിയിട്ടില്ല, ഇവിടെ നിന്ന് വീട്ടുകാർ അയച്ചു കൊടുക്കുന്ന പൈസ, ആ പൈസ ഫീസ് അടച്ചു എന്ന് വീട്ടുകാരുടെ അടുത്ത് പറയുന്നു, പക്ഷേ ഫീസ് അടച്ചിട്ടില്ല. പൈസ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ കണക്ക് ഡ്രഗ്സ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തു. ക്രമേണ എപ്പോഴും ഫീസ് അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഡ്രഗ് ക്യാരിയേഴ്സിൻ്റെ അടുത്ത് അവർ പറഞ്ഞു, സാധനം തരാം, ബട്ട് ഓൺ കണ്ടീഷൻ ദാറ്റ് പൈസ നിൻ്റെ ഇല്ലല്ലോ, പൈസ വേണ്ട, എന്ത് തന്നാൽ മതി? യു ഹാവ് ടു വർക്ക് ആസ് എ കാരിയർ. നീ ഒരു കാരിയറായിട്ട് വർക്ക് ചെയ്യണം. കുട്ടിയുടെ ആവശ്യം എന്താണ്? ഡ്രഗ്സ് കിട്ടുക. സോ ഷീ അഗ്രീഡ്. അവസാനം എല്ലാ മേഖലയിലും ഈ പറഞ്ഞ ഡ്രഗ് പെഡലേഴ്സ് ആരൊക്കെയായിരുന്നു? അവരുടെ മാഫിയ തലവൻ്റെ അടുത്ത് ഇവർ പോയി, പാരൻസ് പോയി, അവരുടെ കാല് പിടിച്ചു.
ഒരു രക്ഷയുമില്ല, ഈ കുട്ടിയെ മാറ്റിയെടുക്കുക, കുട്ടി വീട്ടിൽ വരത്തില്ല. അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആ കുട്ടിക്ക് വന്നു കഴിഞ്ഞു. അവസാനം സംഭവിച്ചത് എന്തെന്ന് കഴിഞ്ഞാൽ, ഈ ഡ്രഗ് പെഡലേഴ്സിൻ്റെ മെയിൻ കിങ് പിങ്ങിനെ കണ്ട് 20 lakhs rupees കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ അതിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നത്. ഇതാണ് ഇന്നത്തെ സമൂഹം. ഒരിക്കലും മക്കളെ, നിങ്ങളാരും ഇങ്ങനെ ഒരു സംരംഭത്തിനോ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഇതിനു വേണ്ടി മുതിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റലിജൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം. ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, ഓഫീസേഴ്സിൻ്റെ അടുത്ത് പറയാം, ഞാനിപ്പോൾ തന്ന നമ്പേഴ്സിൻ്റെ അടുത്ത് പറയാം. നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ അയക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സോ ഇന്ന് തൊട്ട് നിങ്ങൾക്കൊരു പ്രതിജ്ഞ എടുക്കണം. സേ നോ ടു ഡ്രഗ്സ്. ഐ ആം എ തൂഫാൻ വാരിയർ. ഓക്കെ? സോ ഇനി ഞാൻ ചോദിക്കുന്നു, ഹൗ മെനി യു ആർ നൗ ബിക്കമിങ് എ തൂഫാൻ വാരിയർ? എല്ലാവരും കൈ വെക്കുക, ആരൊക്കെയാണെന്ന്. തൂഫാൻ വാരിയർ. യെസ്, ഗുഡ്. വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. അതിന് ഒരു മോഹൻ പറഞ്ഞ എക്സാമ്പിൾ എനിക്ക് പഠിക്കാനുണ്ടെന്നാണ്. കുഴപ്പമില്ല, പഠിത്തം കഴിഞ്ഞാലും ഇത് തുടരാം. ഓക്കെ, ശരി. അതുപോലെ തന്നെ സൈബർ കാലഘട്ടം, സൈബർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും വളരെ ശ്രദ്ധിച്ചു വേണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്, ഡ്രഗ് ഡീലിംഗ് നടക്കുന്നത് സൈബർ വേൾഡ് വഴിയാണ്. ടോർ ബ്രൗസർ ഉപയോഗിച്ച് ഡാർക്ക് വെബ് വഴിയാണ് ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത്. അത് പാഴ്സൽ കൊറിയറായിട്ട് വരാം, പോസ്റ്റ് ഓഫീസ് വഴി വരാം. അതിനെ ട്രേസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ നിങ്ങൾക്കെല്ലാം ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഗ്യാദർ ചെയ്ത് നമ്മൾക്ക് തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടത്തില്ല, അതിന് നിങ്ങൾക്ക് മനസ്സിൽ അറിയാൻ പറ്റും. പറഞ്ഞ് മനസ്സിലാവുമല്ലോ? അപ്പം ഓരോ ഇൻഫർമേഷനും നിങ്ങൾ തരുന്നത് അത് നിങ്ങൾക്ക് തന്നെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നിങ്ങൾ ഒരാളെ രക്ഷപ്പെടുത്തി, വലിയൊരു വിപത്തിൽ നിന്ന് നിങ്ങൾ ഒരാളെ രക്ഷപ്പെടുത്തി. ആ ഒരാൾ വഴി എത്രയോ പേർ രക്ഷപ്പെടുന്നു. അപ്പോൾ ഒരു സമൂഹത്തിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരാൾക്ക് മതി, ഒരാൾ വിചാരിച്ചാൽ മതി, ഒരു സമൂഹത്തിനെ മാറ്റാൻ പറ്റും. ആ സമൂഹം തന്നെ നമ്മുടെ ദേശത്തെ മാറ്റാം. അപ്പം ഓരോരുത്തർക്കും ഉള്ള ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരും തൂഫാൻ വാരിയറായിട്ട് വരിക. ആ തൂഫാൻ വാരിയറായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം എനിക്ക് തോന്നുന്നു തൂഫാൻ വാരിയർ ബാഡ്ജ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. SPC സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടോ? വേണം ഇവിടെ ഇല്ല. ഓക്കെ, SPG ഉണ്ട്, ഇല്ല. ഓക്കെ, അപ്പോൾ തൂഫാൻ വാരിയേഴ്സിൻ്റെ ബാഡ്ജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം. എന്തായാലും ഇത്രയും നേരം വളരെ സന്തോഷത്തോടെ എനിക്ക് സംസാരിക്കാൻ പറ്റി. അത് കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോർക്കും ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ എൻ്റെയും പേരിൽ ഞാൻ ഹാർദവമായി നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ജനൻ TVക്കും അതുപോലെ തന്നെ ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി എന്ന് പറയുന്നത് ഇത് സീസൺ 3. ഇനി കൂടുതൽ സീസണുകൾ ഉണ്ടാവട്ടെ, കൂടുതൽ മഹത്തായ വ്യക്തികൾ വന്ന് ക്ലാസ് എടുക്കട്ടെ, നിങ്ങൾക്ക് കൂടുതൽ അറിവ് പകർക്കട്ടെ. നിങ്ങളെല്ലാം ഓരോ ദിവസം ചെല്ലുന്നവരും നിങ്ങൾ തൂഫാൻ വാരിയേഴ്സിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.